ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ എക്കണോമിക്സിൻ്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നോക്കാൻ പോകുന്നത്. ഇന്ത്യൻ സാമ്പത്തിക രംഗം പ്ലാനിംഗ് കമ്മീഷനാണ് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പ്ലാനിംഗ് കമ്മീഷൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ദേശീയ ആസൂത്രണ കമ്മിറ്റി നിലവിൽ വന്നത് 1938 ഹരിപുര INC സമ്മേളനത്തിലാണ്. ദേശീയ ആസൂത്രണ കമ്മിറ്റി എന്ന ആശയം അവതരിപ്പിച്ചത് മേഘനാഥ് സാഹയാണ്. അഡ്വൈസറി പ്ലാനിംഗ് ബോർഡിൻ്റെ ചെയർമാൻ KC നിയോഗി. ദേശീയ ആസൂത്രണ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ്. സമാന്തര ക്യാബിനറ്റ്, ദേശീയ വികസനത്തിൻ്റെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആസൂത്രണ കമ്മീഷനാണ്. പ്ലാനിംഗ് അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം യോജന ഭവൻ ന്യൂഡൽഹി. പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് യോജന ഭവൻ ന്യൂഡൽഹി. ആസൂത്രണ കമ്മീഷൻ്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രി. മറ്റ് അംഗങ്ങൾ ഉപാധ്യക്ഷൻ ഉണ്ടാവും. കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന ഒരു കമ്മീഷൻ അംഗങ്ങളും ഉണ്ടാവും. അപ്പോൾ ആസൂത്രണ കമ്മീഷനിൽ അധ്യക്ഷനായിരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. മറ്റംഗങ്ങൾ എന്ന് പറയുന്നത് ഒരു ഉപാധ്യക്ഷൻ ഉണ്ടാവും. പിന്നെ കേന്ദ്ര ക്യാബിനറ്റ് നിയമിക്കുന്ന കമ്മീഷൻ അംഗങ്ങളും ഉണ്ടാവും. ആസൂത്രണ കമ്മീഷന്റെ ചുമതലകൾ: പദ്ധതികളുടെ തയ്യാറാക്കൽ, നടത്തിപ്പ് എന്നിവ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ തയ്യാറാക്കി സമർപ്പിക്കുക എന്നതാണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ ആദ്യ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദയാണ്. ആദ്യ പ്ലാനിംഗ് കമ്മീഷനിലെ മറ്റംഗങ്ങൾ CD ദേശ്മുഖ്, VT കൃഷ്ണമാചാരി, GL മേത്ത, RK പാട്ടീൽ എന്നിവരാണ്. അപ്പം ആദ്യ പ്ലാനിംഗ് കമ്മീഷനിലെ മറ്റംഗങ്ങൾ ആരൊക്കെയാണ്? CD ദേശ്മുഖ്, VT കൃഷ്ണമാചാരി, GL മേത്ത, RK പാട്ടീൽ എന്നിവരായിരുന്നു. ആസൂത്രണ കമ്മീഷന്റെ രൂപീകരണത്തിന് ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തിൻ്റെ ദേശീയ ആസൂത്രണ മാതൃകയാണ്? സോവിയറ്റ് യൂണിയന്റെയാണ്. ആസൂത്രണ കമ്മീഷൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നത് പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ്. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 മാർച്ച് 15-നാണ്. ആസൂത്രണ കമ്മീഷൻ ഒരു ഉപദേശക സമിതിയാണ്. പ്ലാനിംഗ് കമ്മീഷന്റെ അവസാനത്തെ ചെയർമാൻ നരേന്ദ്രമോദി ആയിരുന്നു. നെക്സ്റ്റ്, നീതി ആയോഗ് അല്ലെങ്കിൽ നിതി ആയോഗ്. 2015 ജനുവരി 1 മുതൽ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന് പകരമായി വന്ന പുതിയ സംവിധാനമാണ് നീതി ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് നീതി ആയോഗ്. ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ എന്നറിയപ്പെടുന്നത് നീതി ആയോഗാണ്. ഇന്ത്യയുടെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്നത് നീതി ആയോഗാണ്. നീതി ആയോഗ് ഒരു ഉപദേശക സമിതിയാണ്. പ്രധാനമന്ത്രി അധ്യക്ഷനും എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും അടങ്ങിയ ഉപദേശക സമിതിയാണ് നീതി ആയോഗ്. അപ്പോൾ പ്രധാനമന്ത്രി അധ്യക്ഷനും എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും അടങ്ങിയ ഉപദേശക സമിതിയാണ് നീതി ആയോഗ്. നീതി ആയോഗിൻ്റെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. നിലവിൽ നരേന്ദ്രമോദിയാണ്. നീതി ആയോഗിൻ്റെ ആദ്യ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയാണ്. അരവിന്ദ് പനഗരിയുടെ പ്രശസ്തമായൊരു പുസ്തകമാണ് ഇന്ത്യ ദി എമർജിംഗ് ജയന്റ് എന്ന് പറയുന്നത്. നീതി ആയോഗിൻ്റെ ആദ്യ CEO സിന്ധു ശ്രീ ഖുള്ളറാണ്. നീതി ആയോഗിൻ്റെ രണ്ടാമത്തെ CEO അമിതാഭ് കാന്ത്. നീതി ആയോഗിൻ്റെ നിലവിലെ ഉപാധ്യക്ഷൻ സുമൻ K ബെറി. നീതി ആയോഗിൻ്റെ നിലവിലെ CEO BVR സുബ്രഹ്മണ്യമാണ്. നീതി ആയോഗിൻ്റെ മുഴുവൻ സമയ അംഗങ്ങൾ VK സാരസ്വത്, രമേശ് ചന്ദ്ര, VK പൗള്, അരവിന്ദ് വീർമണി എന്നിവരാണ്. നീതി ആയോഗിൻ്റെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ രാജ്നാഥ് സിംഗ്, അമിത് ഷാ, നിർമ്മല സീതാരാമൻ, നരേന്ദ്ര സിംഗ് തോമർ എന്നിവരാണ്. നീതി ആയോഗിൻ്റെ പ്രത്യേക ക്ഷണിതാക്കൾ: നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ, ഇന്ദർജിത് സിംഗ്, വീരേന്ദ്ര കുമാർ, അശ്വനി വൈഷ്ണവ് എന്നിവരാണ്. അപ്പം നീതി ആയോഗിൻ്റെ പ്രത്യേക ക്ഷണിതാക്കളാണ് നിതിൻ ഗഡ്കരി, പീയൂഷ് ഗോയൽ, ഇന്ദർജിത് സിംഗ്, വീരേന്ദ്ര കുമാർ, അശ്വിനി വൈഷ്ണവ് എന്നിവർ. നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് 2015 ഫെബ്രുവരി 8-നാണ്. നീതി ആയോഗിൽ ലഫ്റ്റനന്റ് ഗവർണർക്ക് പകരം മുഖ്യമന്ത്രി അംഗമായ
കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഡൽഹിയും പുതുച്ചേരിയും. നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം അറിയപ്പെടുന്നത് ടീം ഇന്ത്യ എന്നാണ്. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ: വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിലേക്ക് എത്തിക്കുക, പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമാക്കുക, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രമാക്കി മാറ്റുക, ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടൽ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. നെക്സ്റ്റ്, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ അല്ലെങ്കിൽ NDC. ദേശീയ വികസന സമിതി അല്ലെങ്കിൽ NDC രൂപീകരിച്ചത് 1952 ഓഗസ്റ്റ് 6-നാണ്. NDC എന്ന് പറയുന്നത് ഒരു ഉപദേശക സമിതിയാണ്. NDCയുടെ ആദ്യ ചെയർമാൻ ജവഹർലാൽ നെഹ്റു. NDCയുടെ ആദ്യ സമ്മേളനം നടന്നത് 1952 നവംബർ 8-9 ദിവസങ്ങളിലായിട്ടാണ്. NDC അതിൻ്റെ സുവർണ ജൂബിലി അതായത് 50ാമത് മീറ്റിംഗ് ചേർന്നത് 2002 ഡിസംബർ 21-നാണ്. NDCയിലെ അംഗങ്ങൾ പ്രധാനമന്ത്രി, ക്യാബിനറ്റ് മന്ത്രിമാർ, സംസ്ഥാന മുഖ്യമന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ, പ്ലാനിംഗ് കമ്മീഷൻ അംഗങ്ങൾ. പിന്നീട് ഇത് നീതി ആയോഗിലെ അംഗങ്ങളായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പോൾ NDCയിലെ അംഗങ്ങൾ പ്രധാനമന്ത്രി, ക്യാബിനറ്റ് മന്ത്രിമാർ, സംസ്ഥാന മുഖ്യമന്ത്രിമാർ, കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ മുഖ്യമന്ത്രിമാർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ, പ്ലാനിംഗ് കമ്മീഷനിലെ അംഗങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലാണെങ്കിൽ നീതി ആയോഗിലെ അംഗങ്ങളാണ് NDCയിലെ അംഗങ്ങളായിട്ടുള്ളത്. പ്ലാനിംഗ് കമ്മീഷൻ അംഗങ്ങൾക്ക് പകരം നിലവിൽ നീതി ആയോഗിലെ അംഗങ്ങളാണ് NDCയിൽ അംഗമായിട്ട് ഉള്ളത്. അപ്പോൾ സാമ്പത്തിക രംഗവുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സിൽ ഇന്ന് ഇത്രയാണ് നമ്മൾ നോക്കുന്നത്. ഇനി ഇതിൻ്റെ തുടർന്നുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളത് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.